ഹലോ ഗൈസ്, ഞാൻ ഒരുപാട് നാളെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് സെറ്റും മുണ്ടും ഡ്രേപ്പിംഗ് ആണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നല്ല വീതി കൂടിയ ഭാഗമില്ലേ, വീതി കൂടിയതാണ് നമ്മൾ മുണ്ടായിട്ട് എടുക്കുന്നത്. വീതി കുറഞ്ഞത് എന്താണെന്നറിയാമോ, നമ്മൾ സാരി ആയിട്ട് എടുക്കുന്നത്, അഥവാ നേരിയതായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ വീതി കൂടിയ അതാ നമ്മൾ ആദ്യം ഓർക്കണം. വീതി കൂടിയ ഭാഗമാണ് നമ്മൾ മുണ്ടായിട്ട് ഉടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാനത് ഉടുത്ത് നോക്കിയപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായത്. നമ്മൾ അണ്ടർസ്കേർട്ട് ഉടുക്കുമ്പോൾ കുറച്ച് താഴ്ത്തി, എനിക്കിപ്പം കുറച്ച് ഒരു വണ്ണമുള്ള ആളായത് കാരണം വണ്ണമില്ലാത്തവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം നമ്മൾ മുണ്ടൊക്കെ ചുറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ പാവാട കുറച്ചും കൂടെ താഴ്ത്തി നമ്മൾ ഉടുക്കണമായിരുന്നു. എന്നാലേ അത് നല്ല കറക്റ്റ് ഷേപ്പിന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ചും കൂടെ ഒന്ന് അണ്ടർസ്കേർട്ട് ഇതാക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ കസവ് വരുന്ന ഭാഗം ടക്കിൻ ചെയ്ത് അകത്തോട്ട്, ചിലർ പിന്ന് കുത്തും. അപ്പം എനിക്കിപ്പം ഇതിച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് പിന്നും കൂടെ കുത്തി ദേഹത്ത് പിന്ന് കൊള്ളാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ കസവ് വരുന്ന ഭാഗം ഞാൻ നേവലിന് താഴെ ടക്കിൻ ചെയ്തിട്ട് അത് നല്ലപോലെ ചുറ്റിച്ചെടുത്തിട്ട് ആ കസവ് വരുന്ന ഭാഗം നമ്മൾ നടുക്ക് വരത്തക്ക രീതിയിൽ നല്ലോണം കുത്തിവെച്ചു. എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ള ഭാഗമില്ലേ, അത് ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മൾ സാരി ഡ്രേപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ടക്കിൻ ചെയ്യുന്ന പോലെ ഞാൻ അത് കറക്റ്റായിട്ട് നമ്മുടെ എക്സ്ട്രാ വന്ന ഭാഗം കുത്തിവെച്ചു. അങ്ങനെ മുണ്ട് കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് നല്ല ഷേപ്പിന്, ഇപ്പം വണ്ണമുള്ള ആളായതുകൊണ്ട് നന്നായിട്ട് ഒതുങ്ങി വരത്തില്ല. അപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നന്നായിട്ട് ഒതുക്കി എടുത്ത് ഇനി നമ്മൾ സാരി നമ്മൾ നേരിയത് ഉടുക്കാനായിട്ട് പോവുകയാണേ. അപ്പം ഞാൻ കൈ വെച്ച് കുറച്ച് മീഡിയം കുറച്ച് പ്ലീറ്റ്സ് എടുത്തിട്ട് ഒരു മീഡിയം വീതിക്ക് പ്ലീറ്റ്സ് എടുത്തിട്ട് അപ്പം ഞാൻ സെറ്റും മുണ്ടും ശരിക്കും പറഞ്ഞാൽ ഓരോ റീൽസിനും ഷോർട്സിനും ഒക്കെ വേണ്ടി വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് സെറ്റും മുണ്ടും ഉടുക്കുന്ന ഒരു ആളാണ് ഞാൻ. അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇതൊന്ന് ഡ്രേപ്പ് ചെയ്ത് ഒന്ന് നോക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഉഴപ്പി ഉടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കറക്റ്റായിട്ട് പ്ലീറ്റ്സൊക്കെ എടുത്ത് ഇച്ചിരി ക്ഷമയോടെ ടൈം കിട്ടിയപ്പോഴത്തേക്ക് ചെയ്യുവാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര ക്ഷമയൊന്നുമില്ല. എന്നാലും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഈ ഒരു സെറ്റ് മുണ്ടും ഡ്രേപ്പിംഗ് വീഡിയോ. അപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിയത് ഉടുക്കാനായിട്ട് നോക്കുക. അപ്പോഴത്തേക്കും ഇതിന് അത്ര ഒരു ലെങ്ത്ത് ഇല്ലാത്ത പോലെ. എന്തായാലും നമുക്ക് അത്യാവശ്യത്തിന് നമ്മൾ ലെങ്ത്തൊക്കെ ഇട്ടിട്ട് നമ്മളിത് ചുറ്റിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മൾ ബാക്കിൽ ഒരു ഇത് കോൺ പോലെ ബാക്കിൽ ഇങ്ങനെ ഒരു കോൺ പോലെ വരണം. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ നേരിയത് ചുറ്റാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യത്തിന് ലെങ്ത്തൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ഇത് കറക്റ്റായിട്ട് വരുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് വണ്ണമുള്ളത് കാരണം എക്സ്ട്രാ ലെങ്ത്തൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ പ്ലീറ്റ്സ് എടുക്കാനൊന്നും ഇല്ല, അങ്ങനെ മടക്കിയൊക്കെ വെച്ച് ഞാൻ നോക്കുവാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒരുമാതിരിയില്ല കയറിയിരിക്കുന്ന പോലെ എന്തോ ഒരു അപാകത പോലെ. അപ്പം അങ്ങനെ വേണ്ട. അപ്പം അത് വേണ്ട. അതിന് പകരം പ്ലീറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ അകത്തോട്ട് നമ്മൾ ടക്കിൻ ചെയ്ത് വെക്കുവാണ്. പിന്ന് കുത്താനായിട്ട് പേടിയുണ്ട്. കാരണം ദേഹത്ത് കൊണ്ട് മുറിയുമോ എന്നൊരു പേടിയുണ്ട്. സാധാരണ ചില ആളുകളാണെങ്കിൽ അത് അങ്ങോട്ട് വെച്ചിട്ട് അവിടെ ഒരു പിന്ന് നമ്മൾ മുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു പിന്ന് കുത്തി സെക്യൂർ ആക്കാറ് ഉണ്ട്.
അപ്പോൾ ഞാനിപ്പം പിന്ന് കുത്തുന്നില്ല. ഞാനപ്പോൾ ഇത് അങ്ങോട്ട് ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ ബാക്കിലൊരു കോൺ പോലെ ആക്കിയിട്ട് നമ്മൾ ടക്കിൻ ചെയ്ത് മുണ്ടിനോട് ചേർത്ത് ടക്കിൻ ചെയ്ത് നമ്മൾ നേരിയത് കറക്റ്റായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ മേലിലത്തെ പ്ലീറ്റ്സ് ശരിയാക്കാം. മേലത്തെ പ്ലീറ്റ്സ് നമ്മൾ ബ്ലൗസിനോട് ചേർന്ന് നമ്മൾ നല്ല പോലെ കൈവച്ച് നല്ല അടിപൊളിയായിട്ട് ചുളുക്കൊന്നും ഇല്ലാതെ ആ കസവും ആ പ്രിൻ്റൊക്കെ കാണത്തക്ക രീതിയിൽ ഞാൻ നേരെ എടുത്ത് വെച്ചിട്ട് പിന്നെ കുത്തുവാണേ നേരിയത്. അപ്പോൾ നമ്മുടെ സെറ്റും മുണ്ടും എന്തായാലും ഫൈനൽ ടച്ചിലേക്ക് വന്നേക്കുവാണ്. സെറ്റും മുണ്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ്. ഓണത്തിന് മാത്രമല്ല, നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് ഒരുങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എല്ലാ ടൈപ്പ് ഡ്രസ്സും നമ്മൾ ഇതേപോലെ ഉടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നല്ല പോലെ ടൈം എടുത്ത് നല്ല രീതിക്ക്, അപ്പോൾ നമ്മൾ വിചാരിച്ച ആർക്ക് വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റും മുണ്ടുമൊക്കെ ഉടുക്കാമെന്ന് മനസ്സിലായില്ലേ. അപ്പോഴത്തേക്ക് നമ്മൾ ആ പ്രിൻ്റൊക്കെ വെളിയിലോട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു ഭംഗി കാണത്തില്ല. അപ്പോൾ നമ്മുടെ കസവും നമ്മുടെ കരയും നമ്മുടെ പ്രിൻറ്റും ഒക്കെ അടിപൊളിയായിട്ട് കാണത്തക്ക രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബ്ലൗസിനോട് ചേർന്ന് നമ്മൾ പിൻ ചെയ്ത് നമ്മുടെ സെറ്റും മുണ്ടും നല്ല അടിപൊളിയായിട്ട് നമ്മൾ നന്നായിട്ട് പിന്നൊക്കെ കുത്തി നല്ല അടിപൊളിയായിട്ട് നമ്മളപ്പോൾ ഉടുത്തിട്ടുണ്ടേ. അപ്പം സെറ്റും മുണ്ടും നമ്മൾ കുറച്ച് ശ്രമിച്ച് കുറച്ച് ടൈമൊക്കെ എടുത്ത് നല്ലപോലെ പ്ലീറ്റ്സൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ടേ. ഇനിയും ഞാൻ എന്തായാലും പൊട്ട് വെച്ചിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്. ഇനിയിപ്പം മുടി ഒന്ന് റെഡിയാക്കണം. പിന്നെ നമ്മുടെ കമ്മൽ, മാല, വള, ലിപ്സ്റ്റിക്ക് എല്ലാം ഇടണം. അപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും സംശയമാണ്, ഇങ്ങനെയൊക്കെ ആണോ എന്ന് ഭയങ്കര സംശയമാണ്. എന്തായാലും ഇതുവരെ ഞാൻ ഉടുത്തതിലും അടിപൊളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ ഞാൻ ഉടുത്തത്. ഇനിയിപ്പം നമ്മളെന്താ കമ്മൽ, എന്തായാലും ഈ കമ്മൽ മേടിച്ചത് നന്നായി. നമ്മൾ ഇത് ടാഗ് ചെയ്ത പ്രോഡക്റ്റാണേ. അപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ കമ്മൽ ഒക്കെ ഇട്ടു. ഇനി നെക്സ്റ്റ് എന്താ, അപ്പോൾ കമ്മലിട്ട് സുന്ദരി കുട്ടിയായി, സ്വന്തമായിട്ട് പറയുമോ. അപ്പോൾ കമ്മലിട്ടു. ഇനി നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് നമുക്ക് മാലയിടാം. മാലയും കൂടി ഇട്ടിട്ട് നമുക്ക് മുടി അഴിച്ചിടാം. നമുക്ക് മുടി അഴിച്ചിടാം. നമുക്ക് മുടി നല്ലോണം ചീകി റെഡിയാക്കി എടുക്കാം. അന്നേരം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം.
അപ്പോൾ പകുതി ഒരുക്കായേ, പകുതി ഒരു മുക്കാൽ ഒരുക്കായി. ഇനി അടുത്ത് എന്താ, വളയിടണം. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് വളയിടാം. നല്ല റെഡ് ലിപ്സ്റ്റിക്കാണ്. അറിയാമല്ലോ എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അടിപൊളിയായിട്ട് ഇട്ട് റെഡിയാക്കിയേ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എല്ലായിടത്തും നല്ലോണം പറ്റിയോ ഫുള്ള് ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളയിടുവാണ്. ഓടിപ്പോയി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോയി തപ്പിപ്പിടിച്ചപ്പോൾ നമ്മൾ ബ്ലാക്ക് വളയൊന്നും നമ്മുടെ സെറ്റ് മോഡിന് ചേരുന്ന ബ്ലാക്ക് കളറൊന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്ക് നമ്മളെന്താ ഗ്രീനും റെഡും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഗ്രീനും റെഡും കുപ്പിവള എടുത്തു. മോതിരം ഇട്ടു, വളയിട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, മാല ഇട്ടു, കമ്മലിട്ടു, എല്ലാം ഇട്ട് മുടിയൊക്കെ നല്ലപോലെ അഴിച്ചിട്ടു. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായി. ഇങ്ങനെ ഇത്ര ഒരുങ്ങിയിട്ടൊക്കെ ആയിരുന്നു ഇന്നലെ ലൈവൊക്കെ ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരുപാട് നല്ല നല്ല കമൻസ്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. അപ്പോൾ നമ്മൾ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കോൺ പോലെ വരണമെന്ന്, അപ്പോൾ അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടാണ് നേരിയതൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഫൈനൽ ലുക്കായേ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ സെറ്റ് കൊണ്ട് ഡ്രേപ്പിംഗ് വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ എൻ്റെ വീഡിയോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴത്തേക്ക് ഇനി മറ്റൊരു ദിവസം വേറൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റ്, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ശരി, എല്ലാവരും ലൈക്ക് ചെയ്യണേ, വീഡിയോ ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാവേ. അപ്പോൾ ശരി, ഉമ്മ. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഉമ്മ. ടാറ്റാ ടാറ്റാ, ബൈ ബൈ, ടാറ്റാ ബൈ ബൈ. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം കാണാവേ. ലവ് യു ഓൾ, ലവ് യു ഓൾ, ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ. എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലവ് യു ഓൾ, ടാറ്റാ ബൈ ബൈ.